ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. തെമ്മാടിയുടെ സ്വന്തം. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. എനിക്കെങ്ങും വേണ്ട ഈ കല്യാണം. അച്ഛൻ അറിയില്ലേ, അയാൾ എന്നെക്കാളും എത്ര വയസ്സിന് മൂത്തതാ. പോരാഞ്ഞിട്ട് എന്നും അടിയും പിടിയും. നാട്ടിൽ നല്ല പേരാ. ഇത് വേണ്ടച്ചാ എനിക്ക്. മോളെ, മനക്കലെ ഹരിനാരായണനെ പിണക്കിയിട്ട് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ആഠ്യത്വവും പ്രതാപവും നിറഞ്ഞ തറവാട്ടുകാരാ മനക്കലുകാർ. ഹരിയാണെങ്കിൽ താൻ തോന്നിയേ. അവൻ എന്തു മോഹിച്ചാലും അത് അവൻ ഏത് വിധേനയും നേടിയെടുത്തിരിക്കും. മോൾ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ബലമായി തന്നെ കല്യാണം നടത്തും. അവനെ ആരും എതിർക്കില്ല. അച്ഛന് വയസ്സായി വരികയാണ്. അതിനു മുമ്പ് എൻ്റെ കുട്ടിയെ. മതി, നിർത്ത്. കേട്ട് കേട്ട് മടുത്ത് ഈ ഹരിപാരായണം. അവനെ ആരും എതിർക്കാത്തതാ അവൻ ഇത്ര ധൈര്യം. എൻ്റെ കൊക്കിൽ ശ്വാസമുണ്ടെങ്കിൽ അവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ബാഗുമെടുത്ത് അവൾ പുറത്തേക്ക് പോയി. ഇതാണ് കാർത്തു എന്ന കാർത്തിക. LP സ്കൂളിലെ ടീച്ചറാണ്. അച്ഛൻ മാത്രമേയുള്ളൂ. അമ്മ കാർത്തുവിന് 4 വയസ്സുള്ളപ്പോൾ ഒരു പനി വന്നു, തുടർന്ന് മരണപ്പെട്ടു. അതിനുശേഷം അച്ഛനാണ് അവളെ വളർത്തിയത്. ചന്ദ്രന് ലോട്ടറി കച്ചവടമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കാർത്തുവിനെ പഠിപ്പിച്ചതും വളർത്തിയതുമെല്ലാം. മനക്കലെ ഹരിനാരായണന് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. അതിൻ്റെ പ്രതികരണമാണ് കാർത്തു പറഞ്ഞത്. ഹരിനാരായണൻ നാട്ടിലെ ചട്ടമ്പിയാണ്. ആ നാട്ടിലെ എന്ത് പ്രശ്നത്തിലും അവൻ മുന്നിൽ കാണും. എപ്പോഴും കവലയിലെ ആൽത്തറയിൽ കാണും. കൂടാതെ ശിങ്കിടികളും ഉണ്ടാവും കൂടെ. കാർത്തു ദിവസവും സ്കൂളിൽ പോകുമ്പോൾ കാണും കവലയിലിരുന്ന് ചീട്ട് കളിക്കുന്ന ഹരിയെ. കാർത്തികയ്ക്ക് ഹരിയുമായി കല്യാണാലോചന കൊണ്ടുവന്നതു മുതൽ അച്ഛനും മോളും തമ്മിൽ എന്നും വഴക്കാ. കാർത്തു കല്യാണം കഴിക്കില്ല എന്ന വാശിയിൽ തന്നെ നിന്നു. കാർത്തു ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് നടക്കുകയായിരുന്നു. കാർത്തിക, പിന്നിൽ നിന്ന് ഗോപിമാഷ് വിളിച്ചത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ആ, മാഷായിരുന്നോ? എന്താ മാഷേ, തനിക്കിപ്പോൾ ക്ലാസ് ഇല്ലേ? ഇല്ല മാഷേ, ഇപ്പോൾ ഫ്രീ പീരീഡാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോവുകയായിരുന്നു. അല്ല മാഷേ, മാഷിന് ക്ലാസ് ഇല്ലേ? ഇല്ല. എനിക്ക് അല്പം തന്നോട് സംസാരിക്കാനുണ്ട്. താൻ വാ, നമുക്ക് ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കാം. ശരി മാഷേ. അല്ല മാഷേ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? തൻ്റെ കല്യാണാലോചന എവിടെ വരെയായി? അതൊന്നും നടക്കില്ല. എനിക്കെങ്ങും വേണ്ട ആ തെമ്മാടിയെ. എന്നെക്കാളും എത്ര വയസ്സിന് മൂത്തതാണ്. എടോ, അവൻ നല്ലവനാ. കുറച്ച് എടുത്തുചാട്ടമുണ്ടെന്നേ ഉള്ളൂ. ആള് പാവമാ. മാഷ് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി കൂട്ടുകാരനെ പറ്റി പറയാനാകുമെന്ന്. അവൻ നല്ല കാര്യത്തിനെ തല്ലുണ്ടാക്കാറുള്ളൂ. 12 വയസ്സ് ഒരു കൂടുതലൊന്നുമല്ലല്ലോ. നമ്മുടെ എച്ചമ്മും ഭാര്യയും തമ്മിൽ 15 വയസ്സ് വ്യത്യാസമുണ്ട്. ഇപ്പോഴും അവർ സന്തോഷത്തോടെ അല്ലേ കഴിയുന്നത്? ഗോപി പറഞ്ഞു. മാഷേ, അയാൾക്ക് പറയാനായിട്ട് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോ? എപ്പോഴും കാണും ആ ആൽത്തറയിൽ ചീട്ട് കളിച്ച് കുറച്ച് ശിങ്കിടികളുമായി. കാർത്തു പറഞ്ഞു. എനിക്കെന്തിനാ ജോലി? മനക്കലെ സ്ഥാപനങ്ങൾ തന്നെ നോക്കി നടത്തിയാൽ പോരെ? അവൻ ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ട്. മാഷ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് സമ്മതമല്ല ഈ വിവാഹത്തിന് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. സ്കൂൾ വിട്ട് തിരികെ വീട്ടിലേക്ക് വരുമ്പോഴേ കണ്ടു മുറുക്കി ചുവപ്പിച്ചുകൊണ്ട് ആൽത്തറയിൽ ചിങ്കിടികളുമായിരുന്ന് സൊറ പറയുന്ന ഹരിയെ. അത് കണ്ടപ്പോഴേ അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു നടക്കാൻ തുടങ്ങി. ഡീ, ഒന്നവിടെ നിന്നേ, ഹരി വിളിച്ചു. കാർത്തു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തൻ്റെ അടുത്തേക്ക് മുറുക്കി നീട്ടി തുപ്പിക്കൊണ്ട് വരുന്ന ഹരിയെ. എന്താ? ചന്ദ്രേട്ടനോട് ഞാനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. എന്തായാലും പെട്ടെന്ന് വേണം. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? കാർത്തു ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നെ? നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എനിക്ക് സമ്മതമല്ല കണ്ട തെമ്മാടിയൊക്കെ കെട്ടാൻ. എന്താ ഇപ്പോൾ പറഞ്ഞത്? തെമ്മാടിന്നോ? ഹരി ഉറഞ്ഞു തുള്ളി. ആ, തെമ്മാടി. ഒരു ജോലിയും കൂലിയും ഇല്ലാതെ തല്ലുകൂടി നടക്കുന്നവരെ തെമ്മാടിന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക? ഡീ, ഹരി ആക്രോശിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലായി പിടിച്ചമർത്തി. വിടെന്നെ എന്ന് പറഞ്ഞ് കാർത്തു അവൻ്റെ പിടി വിടുവിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. പിടുത്തം മുറുകുന്നതല്ലാതെ അതൊട്ടും അയഞ്ഞില്ല. എല്ലാ പേരും അവരെ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ കാർത്തുവിന് വേദനയാലും അപമാനത്താലും കണ്ണുകൾ നിറഞ്ഞു വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ അവൻ്റെ പിടുത്തം അയഞ്ഞു. നീ എന്താ പറഞ്ഞത്? എനിക്ക് തല്ലുണ്ടാക്കലാണ് പണിയെന്നോ? അതെ, ഹരിനാരായണൻ തല്ലുകൂടുന്നത് ന്യായമായ കാര്യങ്ങൾക്കാണ്. കേട്ടോടി കാർത്തുമ്പി എന്ന് ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ അടിമുടി നോക്കി. അപ്പോഴേക്കും പെയ്യാൻ വെമ്പി നിന്ന മിഴിനീർ മുത്തുകൾ കാർത്തുവിൻ്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. നീയൊക്കെ എന്ത് കാണാൻ നോക്കി നിൽക്കുവാടാ? ചുറ്റും കൂടി നിൽക്കുന്നവരോടായി ഹരി ആക്രോശിച്ചു. അത് കേട്ട് ഭയന്ന് എല്ലാവരും പോകാൻ തുടങ്ങി. അപ്പോഴും കാർത്തു അതേ നിൽപ്പ് നിൽക്കുകയായിരുന്നു. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? വീട്ടിൽ പോടി, ഹരി അലറി. പെട്ടെന്ന് തന്നെ കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. വീട്ടിലെത്തിയ കാർത്തു ചെന്ന പാടെ ബാഗ് വലിച്ചെറിഞ്ഞ് വേഷം പോലും മാറാതെ ബെഡിലായി കിടന്നു. ചന്ദ്രന് സന്ധ്യയ്ക്ക് ലോട്ടറി കച്ചവടം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വിളക്ക് വെച്ചിട്ടില്ല. ഉമ്മറത്ത് ലൈറ്റും ഇട്ടിട്ടില്ല. എൻ്റെ ഈശ്വര, ഈ കുട്ടി ഇതെവിടെ പോയി? മോളെ കാർത്തു,
അയാൾ ആദ്യോടെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ലൈറ്റിട്ടു. അവളുടെ മുറിയിലായി ചെന്നു. സ്കൂളിൽ നിന്ന് വന്ന വേഷം പോലും മാറാതെ കിടക്കുന്ന കാർത്തുവിനെ കണ്ടു. മോളെ, മോൾക്കിതെന്തു പറ്റി? വയ്യേ? പനിയൊന്നുമില്ല, നെറ്റിയിലായി തൊട്ടു നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. അച്ഛാ എന്ന് വിളിച്ച് കാർത്തു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലായി വീണു. മോളെ, മോള് കരയാതെ കാര്യം എന്താണെന്ന് പറയേ. അച്ഛാ, അത് അവൾ ഇന്ന് കവലയിൽ നടന്ന സംഭവങ്ങളെല്ലാം ചന്ദ്രനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവൻ ഏത് വിധേനയും വിവാഹം നടത്താൻ ശ്രമിക്കുമെന്ന്. എല്ലാം നമ്മുടെ വിധിയാ മോളെ. ഈ അച്ഛനെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും? അയാൾ വിഷമത്തോടെ പറഞ്ഞു. മോൾ എഴുന്നേറ്റ് മുഖമൊക്കെ കഴിയുക. അപ്പോഴേക്കും അച്ഛൻ കാപ്പി എടുക്കാം. മോള് വന്നിട്ട് ഒന്നും കുടിച്ചില്ലല്ലോ. വാ, എഴുന്നേക്ക്. ചന്ദ്രൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് പറഞ്ഞയച്ചു. അയാൾ 2 കപ്പ് കാപ്പിയുമായി വന്നപ്പോൾ കാത്തു ഫ്രഷായി ഇറങ്ങിയിരുന്നു. 1 കപ്പ് കാപ്പി അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി കുടിക്കുവാൻ തുടങ്ങി. അത് കണ്ട് അയാളും കാപ്പി ചുണ്ടോടടുപ്പിച്ചു. അച്ഛാ. എന്താ മോളെ? അത് അച്ഛാ, ഞാനിനി എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? മോൾ അതോർത്ത് വിഷമിക്കേണ്ട. അവൻ്റെ സ്വഭാവം എല്ലാ പേർക്കും അറിയാം. ദേഷ്യം വന്നാൽ കണ്ണ് കണ്ടുകൂടാ. അവനെ പേടിച്ച് മോളെ ആരും ഒന്നും പറയില്ല. പിന്നീട് കാർത്തു ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം സ്കൂളിലേക്ക് ഇറങ്ങിയ കാർത്തുവിന് ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. ഇന്നും ആ ഹരി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്നും. പക്ഷേ കവലയിലെങ്ങും അവനെ കണ്ടില്ല. ശിങ്കിടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവളിൽ ആശ്വാസം നിറച്ചു. സ്കൂളിലെത്തി പതുപോലെ അവൾ ക്ലാസ് എടുക്കുവാൻ ആരംഭിച്ചു. ഇന്റർവെൽ സമയത്ത് സ്റ്റാഫ് റൂമിൽ ഇരിക്കുമായിരുന്നു കാർത്തു. ടീച്ചറെ കാണാൻ മനക്കിലെ ദേവകിയമ്മ വന്നിട്ടുണ്ട്. പിയൂൺ ശങ്കരേട്ടൻ വന്നു പറഞ്ഞു. ദേവു അമ്മയോ? എന്തിനാ എന്നെ കാണുന്നത്? കാർത്തു ആലോചിച്ചു. മോളെ, ശങ്കരേട്ടൻ വിളിച്ചു. ദാ വരുന്നു ശങ്കരേട്ട. വേഗത്തിൽ തന്നെ ശങ്കരന് പിറകിലായി ചെന്നു. ദാ അവിടെ ഇരിപ്പുണ്ട്, ചെന്നോളൂ. ദേവു അമ്മേ, കാർത്തു വിളിച്ചു. ആ മോളെ, മോൾക്ക് സുഖമല്ലേ? കാർത്തു സുഖമെന്ന് തലയാട്ടി. ഞാൻ വന്നത് ഇന്നലെ ഹരി മോളോട് അങ്ങനെ കാണിച്ചതിന് ഈ അമ്മ മോളോട് ക്ഷമ ചോദിക്കുക. ദേവു അമ്മേ, വേണ്ട അമ്മേ, അമ്മ അങ്ങനെയൊന്നും എന്നോട് പറയല്ലേ. എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഇത്രയും നാളും കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞു നടന്ന ചെക്കനാ ഇപ്പോഴാ പറഞ്ഞത് കെട്ടുന്നുണ്ടെങ്കിൽ അത് മോളയെ കെട്ടുന്നുള്ളൂ എന്ന്. തല്ലുണ്ടാക്കുമെങ്കിലും ഒരു പെണ്ണിനോടും അവൻ ഇതുവരെ മോശമായി പെരുമാറിയിട്ടില്ല. ആദ്യമായിട്ടാ ഇങ്ങനെ, അതും മോളോട്. ദേഷ്യവും വാശിയും മുൻചുണ്ടിയും കൂടുതലാ. എന്നാലും എൻ്റെ കുട്ടി പാവാട്ടോ. ഞാൻ പറയുന്നത് തെറ്റാണെന്നറിയാം. എന്നാലും ഈ അമ്മ ചോദിക്കുക, മോൾക്ക് എൻ്റെ ഹരിയുടെ പെണ്ണായി മനക്കിലേക്ക് വന്നൂടെ? എൻ്റെ സ്വാർത്ഥതയാണെന്നറിയാം. മോള് വിചാരിച്ചാൽ അവനെ നന്നാക്കിയെടുക്കാനാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മോൾ ഇതിന് സമ്മതിക്കണം, ഈ അമ്മയ്ക്ക് വേണ്ടി. വേണമെങ്കിൽ ഞാൻ മോളുടെ കാല് പിടിക്കാം. അമ്മേ, അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നോട്. എനിക്ക് സഹിക്കാനാവില്ല. ദേവുമ്മ ഒരു കാര്യം പറഞ്ഞാൽ ഈ കാർത്തു അത് സമ്മതിക്കും. എനിക്ക് സമ്മതമാ മനക്കലെ ഹരിനാരായണനെ വിവാഹം കഴിക്കാൻ. മോളെ, അവർ സന്തോഷത്തോടെ കാർത്തുവിനെ കെട്ടിപ്പിടിച്ചു. അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ വലിയ ആർഭാടമൊന്നുമില്ലാതെ മനക്കലെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഹരി കാർത്തുവിനെ താലി ചാർത്തു. താലി ചാർത്തുമ്പോഴും സീമന്തരേഖ ചുമപ്പിക്കുമ്പോഴും കാർത്തു കണ്ണുകൾ അടച്ച് അത് സ്വീകരിച്ചു. ഇനി എന്താവും തന്റെ ജീവിതം എന്നോർത്ത് അപ്പോഴും അവൾ ഹരിയുടെ മുഖത്ത് നോക്കിയതേയില്ല. ചന്ദ്രനോട് യാത്ര പറയാൻ നേരം അവളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടിയിരുന്നു. ദേവകിയമ്മ കൊടുത്ത നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് മനക്കിലേക്ക് കയറി. വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചു. അടുത്ത ബന്ധുക്കൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ തിരിച്ചു. കൂടുതലായുള്ള ഒരു സംസാരത്തിന് അവൾ മുതിർന്നില്ല. അവർക്കറിയാം ഹരിയുടെ സ്വഭാവം. ദേവകി കൊടുത്ത പാലുമായി ഹരിയുടെ മുറിയിൽ ചെല്ലുമ്പോൾ അവളുടെ മനസ്സ് പലവിധ ചിന്തകളാൽ കലങ്ങി മറിയുകയായിരുന്നു. അയാൾക്ക് എന്നോട് ദേഷ്യമുണ്ടാകും, അതിനെല്ലാം അയാൾ പകരം വീട്ടും എന്നവൾ കരുതി. പക്ഷേ ഹരി മുറിയിൽ ഉണ്ടായിരുന്നില്ല. അത് അവൾക്ക് അല്പം ആശ്വാസം നൽകി. അവൾ ബെഡിലായി ഇരുന്ന് ചുറ്റും കണ്ണോടിച്ചു. നല്ല വൃത്തിയുള്ള മുറി. ഒരു ഷെൽഫ് നിറയെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. ഇത് ആരുടേതാ ഈ പുസ്തകങ്ങൾ? ആ തെമ്മാടിയുടേതാകുമോ? അയാളുടേതായിരിക്കില്ല. തെമ്മാടിക്ക് തല്ലുണ്ടാക്കാനല്ലേ അറിയുള്ളൂ എന്നവൾ ചിന്തിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് ഹരി മുറിയിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ കാർത്തു ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് തല താഴ്ത്തി നിന്നു. ആ, ബഹുമാനമൊന്നും വേണ്ട. നിന്റെ കണ്ണിൽ ഞാൻ തെമ്മാടിയല്ലേ? അപ്പോ തെമ്മാടികളെയൊന്നും ആരും ബഹുമാനിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് അടുത്തായി വന്നു നിന്നു. കാർത്തു വേഗം മുഖം കുനിച്ചു. തെറ്റ് ചെയ്തവരാണ് ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുന്നത്. നീ തെറ്റ് ചെയ്തോ? ഹരി ചോദിച്ചു. കാർത്തു വേഗം തന്നെ മുഖമുയർത്തി അവനെ നോക്കി. കഴുത്തിന് ചുറ്റും നാവായിരുന്നല്ലോ, ഇപ്പോൾ അതെവിടെ പോയി? കാർത്തു ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. എന്നാ കാത്തുമ്പി കിടന്നോ, ഇവിടെ ഇങ്ങനെ നിന്ന് കാല് കഴിക്കേണ്ട, എനിക്ക് അല്പം ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ഫയലും ലാപ്പും എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോകാനൊരുങ്ങി. ആ പിന്നെ, കണ്ണീർ പരമ്പരയിലെ നായികമാരെ പോലെ തറയിൽ ഷീറ്റ് വിരിക്കുന്ന പരിപാടി വേണ്ട. കട്ടിലിൽ തന്നെ കിടന്നാൽ മതി. കേട്ടോടി കാർത്തുമ്പി. ശോ, കട്ടിലിൽ കിടക്കാനോ? ഞാനോ? ഈ തെമ്മാടിയുടെ കൂടെയോ?
കാർത്തു ആത്മകഥം പറഞ്ഞതാണ്. പക്ഷേ അല്പം ഉച്ചത്തിലായിപ്പോയി. അത് വ്യക്തമായി തന്നെ ഹരി കേൾക്കുകയും ചെയ്തു. തെമ്മാടിയുടെ തെമ്മാടിത്തരം നീ അറിയാൻ പോകുന്നതേയുള്ളൂ എന്നവൻ അവളുടെ കാതോരം വന്ന് പറഞ്ഞിട്ട് ബാൽക്കണിയിലേക്ക് പോയി. എന്താ കേട്ടതെന്ന് അറിയാതെ കാർത്തു മിഴിച്ചു നിന്നു. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അവൾ മടിച്ചു മടിച്ച് ബെഡിന്റെ ഓരം പറ്റി കിടന്നു. അച്ഛനെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി തലയിണയിൽ മുഖം അമർത്തി കിടന്നു. രാത്രിയുടെ യാമത്തിൽ എപ്പോഴോ അവൾ നിദ്രയെ പുൽകി. വെളുപ്പാങ്കാലത്ത് മണിയടിക്കുന്ന ശബ്ദം കേട്ടാണ് കാർത്തു ഞെട്ടി കണ്ണു തുറന്നത്. ഉച്ചത്തിലുള്ള മണിയുടെ ശബ്ദം. താനിതെവിടെയാണ്? പെട്ടെന്നാണ് അവൾക്ക് സ്ഥലകാല ബോധം വീണത്. എഴുന്നേൽക്കാനായി തുടങ്ങിയപ്പോൾ അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. തന്നെ ആരോ ചേർത്ത് പിടിച്ചിരിക്കുന്നു. നോക്കിയപ്പോൾ അവൾ ഹരിയുടെ നെഞ്ചിലായാണ് കിടക്കുന്നത്. ഹരി ചേർത്ത് പിടിച്ചിട്ടുമുണ്ട്. ഈശ്വരാ, ഞാൻ ഈ തെമ്മായുടെ നെഞ്ചിലാണോ കിടന്നത്? ഇതെപ്പോ വന്നു കിടന്നു? ഞാൻ അറിഞ്ഞില്ലല്ലോ. വേഗം തന്നെ കൈകൾ വിടുവിച്ച് അവൾ എഴുന്നേറ്റു. ഉറക്കത്തിൽ തടസ്സം നേരിട്ടതിൽ അവൻ കണ്ണു തുറന്നു നോക്കി. ബെഡിലായിരിക്കുന്ന കാർത്തുവിനെ കണ്ടു. ഇതിവിടെ പതിവാ ഈ ഉച്ചത്തിലുള്ള മണിയടി. അമ്മ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതാ. എത്ര പറഞ്ഞാലും കേൾക്കില്ല മനുഷ്യന്റെ ഉറക്കം കെടുത്താനായിട്ട് എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു കിടന്നു. കാർത്തു വേഗം തന്നെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി താഴേക്ക് പോയി. അവൾ നേരെ പൂജാമുറിയിലേക്ക് നടന്നു. ദേവകിയമ്മ പൂജാമുറിയിലായിരുന്നു. അവൾ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. ആ മോളെ, എഴുന്നേറ്റോ? കുറച്ചുകൂടി കിടക്കാമായിരുന്നില്ലേ? ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് കണ്ണന് വിളക്ക് വയ്ക്കും. അത് പണ്ടേ ഉള്ള ശീലമാ. ഉച്ചത്തിൽ മണിയടിക്കുന്നത് ഹരിക്ക് ഇഷ്ടമല്ല. അവൻ്റെ ഉറക്കം പോകും എന്ന് പറഞ്ഞ് എന്നും വഴക്കാം. മാധവേട്ടം ഉള്ളപ്പോൾ അവൻ ഇങ്ങനെ അല്ലായിരുന്നു. അദ്ദേഹം മരിച്ചതിൽ പിന്നെ അവൻ്റെ സ്വഭാവം ഇങ്ങനെയായത്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യം. അടുക്കളയിൽ ശാന്ത ചേച്ചി ഉണ്ടായിരുന്നു. ആ മോളെ, ഇതാണ് ശാന്ത. ഇവിടെ സഹായിക്കാൻ നിൽക്കുന്നതാണ്, ദേവകി പറഞ്ഞു. കാർത്തുവിനെ നോക്കി അവർ പുഞ്ചിരിച്ചു. അവൾ ചിരിച്ചു. ശാന്ത ഇരുവർക്കും ചായ നൽകി. മോള് കുടിക്ക്. അവൻ ഇപ്പോഴൊന്നും എഴുന്നേക്കില്ല. 8:30 എഴുന്നേക്കുമ്പോൾ കൊടുക്കാം. ചായയും കുടിച്ച് ഒറ്റ പോക്ക ആ കവലയിലേക്ക്. 10 മണിയാകുമ്പോൾ തിരിച്ചു വരും. എന്നിട്ട് തിരക്ക് കൂട്ടി ഓഫീസിലേക്ക് പോവും. ഓഫീസിലേക്കോ? കാർത്തു അമ്പരപ്പോടെ ചോദിച്ചു. ആ മോളെ, മനക്കൽ എക്സ്പോർട്ടേഴ്സ് ഗാർമെന്റ്സ്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എല്ലാം അവൻ ഒറ്റ ഒരുത്തനാ നോക്കി നടത്തുന്നത്. പല ദിവസങ്ങളിലും രാത്രി ഉറങ്ങാറില്ല എൻ്റെ കുട്ടി, ദേവകി ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ദേവകിയമ്മ പറയുന്നതെല്ലാം കാർത്ത് ഒരു അമ്പരപ്പോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. തെമ്മാടി ഓഫീസിലൊക്കെ പോകുന്നു എന്നുള്ളത് അവൾക്ക് പുതിയ അറിവായിരുന്നു. അവൾ വിചാരിച്ചിരുന്നത് തല്ലുണ്ടാക്കാനേ അറിയാവൂ എന്നാണ്. ഇനിയും എന്തൊക്കെയാണാവോ തെമ്മാടിയെക്കുറിച്ച് അറിയാനുള്ളത്, കാർത്തു മനസ്സിലായി ആലോചിച്ചു. ഞാൻ സഹായിക്കാൻ ചേച്ചി. വേണ്ട മോളെ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മോള് ഹരിക്കുഞ്ഞിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ശാന്ത പറഞ്ഞു. മോള് വരുന്നോ കൃഷ്ണൻകോവിലിൽ പോവാൻ? ദേവകി ചോദിച്ചു. അത് അമ്മേ, എനിക്ക് അമ്പലത്തിലിടാൻ പറ്റിയ ഡ്രസ്സ്. മോള് വാ, മോൾക്ക് വേണ്ടതെല്ലാം ഹരി ആ മുറിയിലെ ഷെൽഫിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. മോള് പോയി ഒരുങ്ങി വാ, നമുക്ക് പോകാം. വാർഡ്രോബ് തുറന്നപ്പോഴേ കണ്ടു. സാരിയും ധാവണിയും ചുരിദാറും സെറ്റും മുണ്ടും അങ്ങനെയെല്ലാം. ഒരു ടെക്സ്റ്റൈൽ മൊത്തത്തിൽ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. അതിൽ നിന്ന് ഒരു സെറ്റും മുണ്ടും എടുത്ത് വൃത്തിയായി ഉടുത്തു. ഇരുവരും കോവിലിലേക്ക് നടന്നു. ദൂരെ നിന്നും ഉയരുന്ന ശംഖനാദം കേൾക്കെ അവരുടെ നടത്തം കുറച്ച് വേഗത്തിലായി. വെളുപ്പിനായതുകൊണ്ട് അധികം തിരക്കില്ല. വേഗം തൊഴുതിറങ്ങി. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോഴേക്കും നേരം നന്നായി വെളുത്തിരുന്നു. ചുറ്റുമുള്ളതെല്ലാം നല്ല വ്യക്തമായി കാണാം. ദേവകിയമ്മയെയും കാർത്തുവിനെയും എല്ലാവർക്കും പരിചയമുള്ളതിനാൽ കാണുന്നവരോടെല്ലാം വിശേഷങ്ങൾ പറഞ്ഞാണ് ഇരുവരുടെയും നടപ്പ്. വീട്ടിലെത്തിയപ്പോഴേക്കും 7 മണി കഴിഞ്ഞിരുന്നു. ശാന്ത ചേച്ചി മുറ്റമടിക്കാൻ തുടങ്ങിയിരുന്നു. ദേവകിയമ്മ പത്രവുമായി ഉമ്മറത്ത് കസേരയിലായിരുന്നു. കാർത്തു അകത്തേക്ക് കയറിപ്പോയി. കാർത്തു വളരെ പതിയെയാണ് റൂമിലേക്ക് ചെന്നത്. റൂമിന് മുൻപിലെത്തിയിട്ടും അവൾക്ക് ഒരു നിമിഷം ആലോചനയോടെ നിന്നു. പിന്നെ മെല്ലെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോഴും ഹരി നല്ല ഉറക്കമായിരുന്നു. ഹോ, ആശ്വാസം, തെമ്മാടി എഴുന്നേറ്റിട്ടില്ല, അവൾ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു. പിന്നീട് അവിടെ നിൽക്കാതെ വേഗം തന്നെ താഴേക്ക് വന്നു. ദേവകിയമ്മയുടെ അടുത്തായിരുന്നു. മോൾ ഇന്ന് സ്കൂളിൽ പോകുന്നോ? ദേവകി ചോദിച്ചു. പോണോ? മോളുടെ ഇഷ്ടം പോലെ ചെയ്യ്, ദേവകി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് എന്തായാലും പോകുന്നില്ല, നാളെ മുതൽ പോകാം. കാർത്തു മുറ്റത്തേക്കിറങ്ങി ചെടി നനയ്ക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഹരി എഴുന്നേറ്റ് താഴേക്ക് വന്നിരുന്നു. പത്രവും എടുത്ത് കസേരയിലായിരുന്നു. അമ്മേ, ചായ, ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് കാർത്തു തിരിഞ്ഞു നോക്കി. പത്രം വായിക്കുന്ന ഹരിയെ കണ്ടിട്ടും അവൾ കാണാത്ത പോലെ നിന്ന് ചെടി നനയ്ക്കാൻ തുടങ്ങി. നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ? ഇതെന്താ ഒരു പത്രവായന? ഇന്ന് നിനക്ക് കവലയിലേക്ക് പോകണ്ടേ? ദേവകി ചോദിച്ചു. ഇന്ന് പോകുന്നില്ല. ഇന്നല്ല, ഇനി ഒരു ദിവസവും പോകുന്നില്ല. അതെന്താ?
കാണേണ്ടയാൾ ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ പോകുന്നത്? ഹരി പതിയെ പറഞ്ഞു. നീ എന്താ പറഞ്ഞത്? അതൊന്നുമില്ല എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് കാർത്തുവിനെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് ചായ കുടിക്കുവാൻ തുടങ്ങി. കാർത്തുവാണേൽ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ നിൽക്കുകയാണ്. മോളെ, മതി നനച്ചത്, വന്നേ കാപ്പി കുടിക്കാൻ, ദേവകി പറഞ്ഞു. കാർത്തു ചെയ്തുകൊണ്ടിരുന്ന ജോലി മതിയാക്കി ഹരിയെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ദേവകിയുടെ പിറകെ പോയി. പിന്നീട് ഹരി മുറിയിലേക്ക് വരുമ്പോൾ കാർത്തു അവിടെ ഉണ്ടായിരുന്നു. താൻ ഇന്ന് സ്കൂളിൽ പോകുന്നോ? ഹരി ചോദിച്ചു. ഇല്ലെന്നവൾ തലയാട്ടി. ഇതെന്താ ഈ കഥകളി? അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റും നാവാണല്ലോ. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ വായ തുറന്ന് മറുപടി പറയണം, കേട്ടോടി കാർത്തുമ്പി, അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ വേഗം മുഖം തിരിച്ചു. ആ പിന്നെ, എൻ്റെ പേര് പറഞ്ഞ് മോഹിച്ചു നേടിയ ജോലി ഉപേക്ഷിക്കേണ്ട കേട്ടോ. തനിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ജോലിക്ക് പോകാം, ഹരി ഗൗരവത്തിൽ പറഞ്ഞു. കാർത്തു അവനെ മുഖമുയർത്തി നോക്കി. അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. ഹരി, ഒന്നിങ്ങ് വന്നേ, ദാ ദീപക്ക് വന്ന് നിൽക്കുന്നു, താഴെ നിന്നും ദേവകി വിളിച്ചു. വരുന്നമ്മേ. ഹരി താഴേക്ക് പോയി, കൂടെ അവളും. ആരായി ദീപക്ക് എന്നാലോചിച്ച് അവളും അവന് പിറകിലായി ചെന്ന് നിന്നു. ഇയാളാണോ? ഇത് തെമ്മാഴിയുടെ ശിങ്കിടിയല്ലേ? കാർത്തു മനസ്സിലായി വിചാരിച്ചു. ആ ദീപക്കെ വാടാ, നീ എന്തിനാ രാവിലെ വരാൻ പറഞ്ഞത്? നീ ഇരിക്ക് പറയാം എന്ന് പറഞ്ഞ് ഹരി സെറ്റിയിലായിരുന്നു, കൂടെ ദീപക്കും. മോനെ, മോൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? കഴിച്ചില്ലെങ്കിൽ വാ കഴിക്കാം. എനിക്ക് വേണ്ടമ്മേ, ഞാൻ കഴിച്ചിട്ടാ ഇറങ്ങിയത്, ദീപക്ക് പറഞ്ഞു. ഇവൻ അത്യാവശ്യമായി രാവിലെ തന്നെ വരാൻ പറഞ്ഞു, അതാ ഞാൻ വന്നത്. ഇന്ന് ഓഫീസിൽ പിടിപ്പത് പണിയുണ്ട് എനിക്ക്. അപ്പോഴേക്കും ഒരു കെട്ട് ഫയലെടുത്ത് ഹരി ദീപക്കിന് നേരെ നീട്ടി. ഞാൻ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്, നീ ഫോർവേഡ് ചെയ്തേക്ക്. ഞാൻ ഇന്ന് വരുന്നില്ല, ഹരി പറഞ്ഞു. അപ്പോൾ മീറ്റിംഗ്? അത് നീ അറ്റൻഡ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ശരി, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് ദീപക്ക് എഴുന്നേറ്റ്. അപ്പോഴാണ് കാർത്തു അവിടെ നിൽക്കുന്നത് അവൻ കണ്ടത്. ടീച്ചറെ, സുഖം തന്നെ? ദീപക്ക് ചോദിച്ചു. കാർത്തു വിളറിയ പുഞ്ചിരിയോടെ തല കുലുക്കി. എൻ്റെ ഈശ്വര, ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ. കാർത്തു ഓരോന്ന് ചിന്തിച്ച് അവിടെ തന്നെ നിന്നു. ദീപക്കിനെ യാത്രയാക്കിയതിന് ശേഷം ഹരി വന്ന് കാർത്തുവിന് നേർക്ക് വിരൽ ഞൊളിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നുണർന്നത്. കണ്ണ് തുറന്നു വെച്ച് സ്വപ്നം കാണുന്നു. താനിത് എന്താലോചിച്ച് നിൽക്കുക? വേഗം പോയി റെഡിയായി വാ, നമുക്ക് തൻ്റെ വീട് വരെ ഒന്ന് പോകാം, ഹരി പറഞ്ഞു. അപ്പോഴാണ് കാർത്തു അക്കാര്യം ഓർത്തത്. വന്നിട്ട് ഇത്രയും സമയമായിട്ടും താനൊന്ന് അച്ഛനെ വിളിച്ചില്ല. എൻ്റെ അച്ഛൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഹരി കാണാതെ അത് തുടച്ചുകൊണ്ട് വേഗം തന്നെ പോയി ഡ്രസ്സ് മാറി വന്നു. അപ്പോഴേക്കും ഹരിയും റെഡിയായി. ദേവകി അമ്മയുടെ യാത്രയും പറഞ്ഞ് ഇരുവരും യാത്രയായി. ഇരുവരുടെയും യാത്ര കാറിലായിരുന്നു. ശ്വാസം അടക്കിപ്പിടിച്ചാണ് കാർത്തു ഹരിയുടെ കൂടെ ഫ്രണ്ട് സീറ്റിലിരുന്നത്. ഈശ്വര, ഈ തെമ്മാടിയുടെ ഉദ്ദേശം എന്താണാവോ? അവൾ കൂടെ കൂടെ ഹരിയെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ഹരി കാണുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൻ ഗൗരവത്തിൽ തന്നെ ഇരുന്നു. വീട്ടിൽ ചെന്നപ്പോഴേ കണ്ടു തങ്ങളെ കാത്തുന്ന പോലെ മുറ്റത്ത് നിൽക്കുന്ന അച്ഛനെ. നിറഞ്ഞ പുഞ്ചിരിയോടെ ഹരി ചന്ദ്രൻ്റെ അടുത്തേക്ക് നടന്നു. താൻ എന്താ ഈ കാണുന്നത്? തെമ്മാടിക്ക് ഇങ്ങനെയൊക്കെ ചിരിക്കാൻ അറിയാമോ? കാർത്തു കണ്ണ് മിഴിച്ചു. മോളെ, ഹരിക്കുഞ്ഞ് വിളിച്ചു പറഞ്ഞായിരുന്നു നിങ്ങളെന്ന് വരുമെന്ന്. ചന്ദ്രൻ കാർത്തുവിൻ്റെ തലയിൽ വാത്സല്യത്തോടെ തഴുകി. അയ്യോ അങ്കിൾ, എന്നെ കുഞ്ഞേന്നൊന്നും വിളിക്കണ്ട, ഹരിയെന്ന് വിളിച്ചാൽ മതി. അത് മോനെ, മനക്കലെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാ പേര് വിളിക്കുന്നത്? ചന്ദ്രൻ വിനയത്തോടെ പറഞ്ഞു. അതെ അങ്കിൾ. ഇതാരാ അങ്കിളിൻ്റെ? ഇതെൻ്റെ മോള്. അപ്പോൾ ഈ ഞാൻ ആരാ? മോളുടെ ഭർത്താവ് അല്ലേ? അതായത് മരുമകൻ. അല്ല, ഇനി മുതൽ മകനായി തന്നെ കണ്ടോളൂ, ഹരി പറഞ്ഞു. ഹരിയുടെ വാക്കുകൾ കേട്ട് സന്തോഷം കൊണ്ട് ആ വൃദ്ധൻ്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു. കാർത്തുവിനും അതേ അവസ്ഥയായിരുന്നു. മോളിത് എന്ത് നോക്കി നിൽക്കുക? മോനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോ, ചന്ദ്രൻ പറഞ്ഞു. കാർത്ത് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കഴിച്ചാണ് അവർ മടങ്ങിയത്. പിന്നീട് കാർത്തു അറിയുകയായിരുന്നു ഹരിനാരായണനെ പറ്റി. അവൾ വിചാരിച്ചതും ചിന്തിച്ചതും എല്ലാം സത്യമല്ല എന്നവൾക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ഈ വിവാഹത്തിന് അച്ഛനും ഗോപിമാഷും തന്നെ നിർബന്ധിച്ചതെന്നും അവൾക്ക് മനസ്സിലായി. നെറുകയുടെ ആര് കാണിച്ചാലും അടിച്ച് കരണം പോയ്ക്കുമായിരുന്നു ഹരി. സത്യസന്ധമായ കാര്യത്തിനെ കൂട്ടുനിൽക്കുകയുള്ളൂ എന്നവൾക്ക് മനസ്സിലായി. തന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഇത്രയും നാളായിട്ടും തന്നോട് മോശമായി പെരുമാറിയിട്ടില്ല. പ്രതികാരം ചെയ്യുമെന്ന് കരുതിയ എനിക്ക് തെറ്റി. സ്കൂളിൽ ചെന്നപ്പോൾ ഗോപിമാഷ് ഒരു പുസ്തകം തന്നു. കാർത്തു, ഇത് ഹരിക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞു. അതൊരു നോവലായിരുന്നു. അതുമായി വീട്ടിലെത്തിയ ഞാൻ ആ ബുക്ക് ഷെൽഫിലായി വെച്ചു. എന്നിട്ട് ആ ബുക്കിലൂടെ വിരലോടിച്ചു. അതിൽ നിന്നൊരു ബുക്ക് എടുത്ത് തുറന്നു നോക്കി.
ഒരു പയ്യനും ഒരു കുഞ്ഞു പെൺകുട്ടിയും കുളപ്പടവിലായിരുന്ന് കടലാസ് കപ്പൽ ഒഴുക്കുന്നു. എൻ്റെ മാത്രം കാർത്തുമ്പി എന്ന് അതിന് അടിയിലായി എഴുതിയിരിക്കുന്നു. ഇത് കണ്ട കാർത്തുവിന് തൻ്റെ ഹൃദയം നിശ്ചലമാകുന്നത് പോലെ തോന്നി. അപ്പോൾ എന്നെ ഇഷ്ടമായിരുന്നോ? പല വിധത്തിലുള്ള ചിന്തകളാൽ കാർത്തുവിന് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇന്ന് എന്തായാലും ഹരിയേട്ടൻ വരുമ്പോൾ എല്ലാം തുറന്നു ചോദിക്കണം എന്നവൾ മനസ്സിൽ കരുതി. രാത്രി ഹരി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കിടക്കാനായി മുറിയിൽ വന്നപ്പോൾ കാർത്തു ആ ബുക്കുമായി ബെഡിലായിരുന്നു ഹരിയെ തന്നെ നോക്കിയിരുന്നു. നോട്ടം കണ്ടപ്പോഴേ ഹരിക്ക് മനസ്സിലായി കാർത്തുവിന് എന്തോ ചോദിക്കാനുണ്ടെന്ന്. എന്താണ് കാർത്തുമ്പി, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹരി ചോദിച്ചു. അത് പിന്നെ ഹരിയേട്ടാ. അവളുടെ ഹരിയേട്ടാ എന്നുള്ള വിളിയിൽ ഹരി കണ്ണുമിഴിച്ചു. എന്താ താനിപ്പോൾ വിളിച്ചത്? ഹരിയേട്ടാന്നോ? തെമ്മാടിയെന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്? എന്താ പെട്ടെന്നൊരു മാറ്റം? ഹരി ചോദിച്ചു. അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. കയ്യിലിരുന്ന ബുക്ക് അവനെ കാണിച്ചു. ഇതെന്താ? ഹരി ബുക്ക് വാങ്ങി നോക്കി. ഇതെൻ്റെ മനസ്സാടോ. ഒരു 16കാരന് 5 വയസ്സുകാരിയോട് തോന്നിയ ഒരു ഇഷ്ടം. അവളുടെ അച്ഛൻ്റെ കയ്യും പിടിച്ച് നടക്കുന്ന ഒരു പട്ടുപാവാടക്കാരി. എനിക്കും കപ്പലുണ്ടാക്കി തരുമോ ഹരിയേട്ടാ എന്നും പറഞ്ഞവൾ എൻ്റെ കൂടെ വരുമായിരുന്നു. കടലാസ് കപ്പൽ ഒഴുക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളും ആ സന്തോഷവും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഓർമ്മയിലെന്നപ്പോൾ ഹരി പുഞ്ചിരിച്ചു. ആ 5 വയസ്സുകാരിയോട് തോന്നിയ ഇഷ്ടം പിന്നീട് എപ്പോഴോ പ്രണയമായി മാറി. കാർത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അതുകണ്ട് ഹരി ഓടി അവളുടെ അടുത്തായി വന്നുകൊണ്ട് കണ്ണുനീർ തുടച്ചു കൊടുത്തു. അയ്യേ, എന്തിനാ എൻ്റെ കാർത്തുമ്പി കരയുന്നത്? ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ 10 പറയുന്ന ആളാണോ ഇങ്ങനെ? ഛേ, മോശം തന്നെ. ഹരിയേട്ടാന്ന് വിളിച്ചുകൊണ്ടവൾ ഹരിയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ ഞെട്ടി. അവനും അവളെ തിരികെ പുണർന്നുകൊണ്ട് നെറ്റിയിൽ ചുണ്ടു ചേർത്തു. കുറച്ചു സമയത്തിന് ശേഷം അകന്നുമാറിക്കൊണ്ടവൾ ചോദിച്ചു. പിന്നെന്താ ഹരിയേട്ടൻ എന്നോട് പറയാഞ്ഞത്? എൻ്റെ കാർത്തുമ്പി, അതിന് നീയൊന്ന് വളർന്ന് വലുതാകട്ടെ എന്ന് കരുതി. പിന്നെ നിന്റെ പിറകെ നിഴൽ പോലെ ഞാനുണ്ടായിരുന്നു, ആരും കൊത്തിക്കൊണ്ടു പോകാതിരിക്കാൻ. അതിന് അവനെ കൂർപ്പിച്ചൊരു നോട്ടമായിരുന്നു. ഇങ്ങനെ കൂർപ്പിക്കല്ലേ പെണ്ണെ, കടിച്ചെടുക്കും ഞാൻ, ഹരി കള്ളച്ചിരിയാലെ പറഞ്ഞു. അവിടെ തുടങ്ങുകയായിരുന്നു ഹരിനാരായണൻ്റെയും അവൻ്റെ കാർത്തുമ്പിയുടെയും ജീവിതം. അവർ അവരുടെ ജീവിതം ആസ്വദിക്കട്ടെ.